ചിലരെല്ലാം അവരുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ. ഒന്ന്, ഒരു വ്യക്തി എന്നോട് വന്ന് പറയുകയാണ്, അയാൾ നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്റെ മനസ്സിൽ ആ വ്യക്തി കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. അതിനുശേഷം ആ വ്യക്തിയോടുണ്ടായിരുന്ന നല്ല ബന്ധം അതിൽ വിള്ളൽ വീഴുന്നു. അങ്ങനെ ആ വ്യക്തിയെ കാണുമ്പോഴെല്ലാം അയാൾ പറഞ്ഞത് സത്യമാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കണം, വാസ്തവത്തിൽ ആ വ്യക്തി ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല എന്നതാണ് സത്യം. മറ്റുള്ളവരുടെ കണ്ണിലൂടെയും വാക്കുകളിലൂടെയും നാം നമ്മളെ തന്നെ വിലയിരുത്തുന്നത് അത് ഒരിക്കലും 100% ശരിയാകണമെന്നില്ല. ഉദാഹരണത്തിന്, ഒരു വ്യക്തി എന്നെക്കുറിച്ച് ധാരാളം പുകഴ്ത്തുമ്പോൾ ഞാൻ അതിൽ അമിതമായി ആഹ്ലാദിക്കുന്നതും ഒരു വ്യക്തി എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഞാൻ അതിൽ ദുഃഖിക്കുന്നതിലും യാതൊരു അർത്ഥവുമില്ല. അത് അർത്ഥശൂന്യമാണ്. ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. ഒരു സ്ഥാപനത്തിന്റെ MD സ്റ്റാഫ് മീറ്റിംഗിൽ ഒരു നിലവാരം കുറഞ്ഞ തമാശ പറഞ്ഞു. ആ തമാശ കേട്ട് സ്റ്റാഫുകളെല്ലാം ചിരിക്കുവാൻ തുടങ്ങി. പക്ഷേ ഒരു വ്യക്തി മാത്രം ചിരിച്ചില്ല. ഇത് കണ്ട് അടുത്തിരുന്ന വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ചിരിക്കാതെ നിന്നത്? അപ്പോൾ ആ വ്യക്തി പറഞ്ഞ മറുപടി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ ഇന്ന് ഈ കമ്പനിയിൽ നിന്നും വിരമിച്ചു. അതുകൊണ്ട് മുതലാളിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള തമാശകൾക്ക് ഇല്ലാത്ത ചിരി എനിക്ക് ചിരിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെയാണ് നാം മിക്കവാറും ജീവിതത്തിൽ കാണുന്ന പല പ്രതിച്ഛായകളും. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, അധികാരമുള്ളവരോട് പലരും കാണിക്കുന്ന ബഹുമാനം അത് ആത്മാർത്ഥമാകണമെന്നില്ല. അധികാരമുള്ളവർ അടുത്ത് നിൽക്കുമ്പോൾ വളരെയധികം ബഹുമാനം കാണിക്കുന്നവർ തന്നെ അവർ കുറച്ച് മാറി നിൽക്കുമ്പോൾ അവരെ പറ്റി പരദൂഷണം പറയുന്നവരുമുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെയും വാക്കുകളിലൂടെയും നാം നമ്മളെ തന്നെ വിലയിരുത്താതെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ യഥാർത്ഥ രൂപവും കഴിവുകളും എല്ലാം മനസ്സിലാക്കുവാൻ കഴിയും.